Good afternoon, all. Good afternoon, Miss. പുതിയ ക്ലാസ്സിൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? ഹാപ്പി മൂഡിലല്ലേ ഇരിക്കുന്നത്? അതെ അതെ, ഹാപ്പി മൂഡ്. അപ്പൊ നമ്മളങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ കയറി മാമിന്റെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അല്ലേ? എന്റെ പേര് സോളി, SOLY. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. ക്ലാസ്സിൽ തന്നെ എനിക്ക് തിരിച്ചു പോകാം. പിന്നെ ക്ലാസ് എടുക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്താ റെക്കോർഡിക്കലി ഇഷ്യൂസ് വരുന്നത് കൊണ്ട് എല്ലാം ഹോൾഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാനായിട്ടുള്ള നിർദ്ദേശമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആ ടൈമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം ലഭിക്കുമ്പോഴും എനിക്ക് അവർ കിട്ടിയിരിക്കുന്നത് ഈ ലാസ്റ്റ് ടൈമാണ് 2:30 to 3:30 വരെയാണ്. അപ്പൊ നിങ്ങൾ നല്ല എന്താ പറയാ നല്ല ഉഷാറോട് കൂടി തന്നെ ഇരിക്കണം. ക്ലാസ്സിൽ എപ്പോഴും എന്താ പറയാ എന്നെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കുന്ന ഒരു രീതി ആവരുത്. ഞങ്ങൾ മെസ്സേജ് ഒക്കെ അയച്ച് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഒപ്പം ക്ലാസ് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും സ്പീഡ് കൂടുകയാണെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ? നമുക്കില്ല. ഓക്കെയാണ് തന്നെ പറയുന്നത്. നമുക്ക് ക്ലാസ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഘടനയൊക്കെ എന്തായാലും അശ്വതി മാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണും അല്ലേ? അപ്പൊ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് തന്നെ എന്തായാലും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടോ? അതിന്റെ കൂട്ടത്തിലാണോ പഠിക്കുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ അൺമ്യൂട്ടാണല്ലോ, നിങ്ങൾക്ക് സംസാരിക്കാം. എനിക്ക് എനിവേ എന്തായാലും നമ്മൾ ഓരോ കോഴ്സ് ഒക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കൂടി ഒന്നിച്ച് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം അല്ലെ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്കറിയാം ഏതൊരു ഇതാണെങ്കിലും അല്ലേ, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലിക്ക് ശ്രമിക്കുമ്പോൾ അല്ലെ അതൊരു പോസിറ്റീവ് തിങ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് കൂടുതൽ നമുക്ക് ആ ഒരു പ്ലേസ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, മുൻകരുതലും പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും വലിയ കൂടുതലായിട്ടൊന്നും ഞങ്ങൾ എടുത്തു പോകില്ല. എനിക്കറിയാം 1 മുതൽ 3:30 വരെയുള്ള ക്ലാസ് ടൈമാണ് അല്ലെ? അത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരാണ് എങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക. പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ എക്സാമിനേക്ക് അഭിമുഖീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു 6 മന്തിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ആണ്. നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ബുക്ക് ലഭ്യമായിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവരുണ്ട്, കിട്ടിയവരുമുണ്ട്. ഓക്കെ, എനിവേ കിട്ടിയവര് നിങ്ങൾക്ക് ഞങ്ങൾ പൊതുവെ ക്ലാസ് എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് അല്ലെ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടിയവരുമുണ്ട്, കിട്ടാത്തവരൊക്കെ ധാരാളം പേരുണ്ട്, കിട്ടിയവരുമുണ്ട്. അപ്പൊ കിട്ടിയവരൊക്കെ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അല്ലെ ആ ഒരു പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോകാം. കേസ് കിട്ടാത്തവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് സമയത്തിന് തന്നെ കിട്ടും.
അപ്പൊ അതുവരേക്കും എവിടെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുക. തീർച്ചയായിട്ടും പോയിന്റ്സ് മൊത്തം എഴുതിയിരിക്കാനൊന്നും സാധിക്കില്ല. ജസ്റ്റ് ഞങ്ങൾ സ്ക്രീനിൽ കാണിച്ചു തരുമ്പോൾ മനസ്സിലാക്കി പോവുക. കാരണം നിങ്ങൾക്ക് അറിയാം ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യണം അല്ലേ. അപ്പൊ ആദ്യം ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് 1-2 പേജുകളൊക്കെ ഉള്ളൂ. പക്ഷെ പിന്നീടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ധാരാളം പേജസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ച് അല്ലെ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനൊക്കെ വേണ്ടി കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പൊ തീർച്ചയായിട്ടും നോട്ട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് തന്നിട്ടില്ല, പെർമിഷൻ തന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇതിന്റെയൊക്കെ ഇതിനോടൊപ്പം തന്നെ ആ പ്രിന്റപ്പിനോടൊപ്പം തന്നെ എന്തെങ്കിലും അല്ലെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകാം. അപ്പോ നോട്ട് കിട്ടാത്തവര് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കുക. ആർക്കും നോട്ട് വേണമെന്ന് ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. കാരണം ഉള്ള ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അതിനോടൊപ്പം മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പഠിച്ചെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ശ്രമിക്കുക. ഇനി അത് കിട്ടാത്തവര് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്യേണ്ടത് ചില ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയാലോ? എന്തെങ്കിലും എന്നിൽ നിന്ന് അറിയേണ്ടതുണ്ടോ? ഇല്ല, ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെയൊക്കെ വീടുകള് ഇവിടെ ഈ ജില്ല തന്നെയാണ്, പാവം ജില്ലക്കാര് തന്നെയാണ് കൂടുതലും. എന്റെ പേര് സോളി, SOLY, സോളി. ആലപ്പുഴക്കാരുണ്ട്, പിന്നെ കണ്ണൂരുണ്ട്, പാലക്കാടുകാരുണ്ട്, വയനാടുണ്ട്, ഓക്കെ, കോട്ടയമുണ്ട്. അപ്പൊ നമ്മള് കേരളം മൊത്തത്തിൽ ഒന്നിച്ചാണ് പോകുന്നത്. കോട്ടയമുണ്ട്, പാലക്കാടുണ്ട്, പത്തനംതിട്ടയുണ്ട്, കൊല്ലമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ ഒരു ഗ്രൂപ്പ് അല്ലെ, എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒന്നിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് പേരുണ്ട്. എന്തായാലും എല്ലാവരും തന്നെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ പോകാം. ഓക്കെ, അപ്പൊ കാസർഗോഡ്, തിരുവനന്തപുരം, അപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റും നമ്മൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെയുണ്ട്. എല്ലാവർക്കും ചിലപ്പോ എന്റെ വോയിസ് ഒക്കെ ചിലര് സ്ലാങ് ഒക്കെ വളരെ സ്ലോവിലി പോകുന്നവരൊക്കെ ഉണ്ട്. ചിലർക്ക് സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ അല്ലെ, എന്താ പറയുക, ലാംഗ്വേജിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ സ്പീഡിൽ ഇത് ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണോ അല്ലെങ്കിൽ ഇത്തിരി സ്പീഡ് ആണെന്നൊക്കെ ഇവിടെ തന്നെ നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ പഠിച്ചു പോകാനായിട്ട്. സ്ക്രീനിൽ ഉള്ളത് എഴുതണമെന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള ടൈം അത്രയും അവൈലബിൾ അല്ല നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്. ജസ്റ്റ് പോയിന്റ് ഒക്കെ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതിന്റെ മുകളിലൊക്കെ എന്തെങ്കിലും അല്ലെ ചില വേർഡിന്റെ മീനിങ്ങുകളൊക്കെ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പോകാം. ചില പേരുകളെല്ലാം മോഡൽ എങ്ങനെയായിരിക്കും, ഞങ്ങൾ എന്തായാലും ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് തരും. തീർച്ചയായിട്ടും ആ മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അതിന് എക്സാമിനെ കുറിച്ചിട്ട് നല്ലൊരു പരിചയം വരും. എങ്ങനെയാണ് ഈ മോക്ക് ടെസ്റ്റ് എന്നുള്ളത്. എന്തായാലും അത് മാനേജ്മെന്റിനോട് തന്നെ തിരക്കേണ്ടതായിട്ട് വരും. ടെസ്റ്റുകളുടെ അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അവരായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് ചെയ്യാം. നിങ്ങൾ പരമാവധി അതിന്റെ ടെസ്റ്റ് ഉള്ളവർ അതിന്റെ മുകളിൽ തന്നെ നോട്ട് ചെയ്ത് പോവുക. ഇല്ലാത്തവരെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രീതിയിലേക്ക് അല്ലെ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് മൊത്തം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് എന്തായാലും ക്ലാസ് മുറിയിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾ ഒരിക്കലും നോട്ട് വേണമെന്ന് കമ്പൽ ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം തന്നെ അത് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീനിങ് കിട്ടാത്തതുണ്ടെങ്കിൽ അതൊക്കെ മുകളിലൊക്കെ എഴുതി വെക്കുക. അതൊക്കെയാണ് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പ്രസന്റ്ലി നിങ്ങൾക്ക് വിസിബിൾ ആണ് അല്ലേ? എല്ലാവർക്കും വിസിബിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിസിബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടിയൊക്കെ റീജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾ അത് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം അല്ലെ.
ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാഡം ഇതിപ്പോ ഇത്രയും പേപ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എത്ര എക്സാം ഉണ്ട് ടോട്ടലി? എക്സാമിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞേക്കുന്നത്. കാരണം മാനേജ്മെന്റ് നിങ്ങളായിട്ട് ഡീലിംഗ് ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. മൊഡ്യൂൾ എക്സാമുകൾ നടത്തുന്നുണ്ട്, മോഡൽ എക്സാം ഉണ്ട്, ഫൈനൽ എക്സാം ഉണ്ട്, അങ്ങനെ എന്തൊക്കെ എക്സാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയാസമയത്തിന് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ഇത്ര ടൈമിനുള്ളിൽ അല്ലെ, നമ്മൾ 6 മന്തിന്റെ കോഴ്സ് ആണ്. ഈ ഒരു 3 മന്തിനുള്ളിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ അത്രയും പോർഷൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ എക്സാം അല്ലെ, അതിന്റെ എക്സാം നടത്തേണ്ടതുണ്ട്. വീണ്ടും നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം ഓൾമോസ്റ്റ് 52 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഡൗട്ടാണ്, എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അത് മാനേജ്മെന്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് എവിടുന്ന് കിട്ടും? ഓക്കെ, അത് മാനേജ്മെന്റിൽ നിന്ന് തന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനാണ് ഇവിടെ, അത്രയും ആണ് ഞങ്ങൾ ഫെസിലിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നത്. ബാക്കി മാനേജ്മെന്റ് തലത്തിലാണ് അതിന്റെ ഇതൊക്കെ നടക്കുന്നത്. ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ സമയസമയത്ത് എത്തിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഇപ്പൊ എനിക്ക് കിട്ടിയ പോർഷൻസ് ഡിലേ ആവും, നമ്മൾ ഒരുപാട് ഡിസ്കഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ ക്ലാസ്സിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ക്ലാസ്സിന്റെ നോട്ടുകൾ തരുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അവൈലബിൾ ആയിട്ടുള്ള ടൈം ഉണ്ട്. ഓരോ ടീച്ചേഴ്സിനും ഇത്ര ചാപ്റ്റേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിനുള്ളിൽ ഞങ്ങൾക്ക് അത്രയും പോർഷൻസ് കവർ ചെയ്യണം. ഞങ്ങൾക്ക് മുന്നിൽ തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാം അതിൽ തന്നെ, അതായത് ചാപ്റ്ററിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഇതുകളെ എഴുതി പിടിപ്പിച്ച് അല്ലെ, നമുക്കത് മനസ്സിലാവുന്ന രീതിയിലേക്കൊക്കെ ക്യാച്ച് ചെയ്ത് പോകാം. ഇൻ കേസ് കിട്ടാത്തവര് അതെങ്ങനെയെങ്കിലും അല്ലെ ആ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകാം. അതാണ് നിവർത്തിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് എത്തിക്കും. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട, നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല് നമ്മൾ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു ചാപ്റ്റർ എടുത്തു. പിന്നെ നെക്സ്റ്റ് നമുക്കുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം അല്ലെ, നമുക്കറിയാം ഒരു ഈ കാണുന്ന ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസുകളോ ഒന്നുമില്ല അല്ലെ. ആ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രക്ചർ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പഴയ ഇപ്പൊ PSC സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ PSCക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ അറിയാം, ഒരു ഹിസ്റ്ററി അല്ലെ, ഒരു പഴയ കാല ചരിത്രം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താണ് ഒന്നും അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒന്നും തന്നെ ഇല്ല അല്ലെ. ഇന്നത്തെ നമുക്കറിയാം ഡെവലപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോന്നും നേടിയിരിക്കുന്നത് അല്ലെ. പഴയ കാലഘട്ടത്തിൽ ഉള്ള മാതിരിയുള്ള വീടും കാര്യങ്ങളോ ആണോ ഇപ്പൊ നമുക്കുള്ളത്? അല്ല, നമുക്ക് ഇത്തിരി കൂടി മോഡേൺ ആയിട്ടുള്ള വീടും സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുമാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം എടുത്തു നോക്കിയാലും പഴയ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിന്റെ സർവീസ് ഒന്നുമില്ല അല്ലെ. ആ കാലഘട്ടത്തില് എന്ന് പറയുന്ന ഹോസ്പിറ്റല് എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് കെട്ടിപ്പടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മതപരമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും അല്ലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു വൈദ്യ ശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. ഓക്കെ, പഴയ കാലഘട്ടങ്ങളില് ആശുപത്രി അല്ലെ ഹോസ്പിറ്റൽ എന്ന ടേംസിലേക്കൊന്നും എത്തിപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ എന്താണ് ഹോസ്പിറ്റലിലേക്ക് എന്ന നമ്മൾ ആ ടേമിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയിരിക്കുന്നത് എന്താണ് അവല്ല വിശ്വാസങ്ങൾ അല്ലെ. ആ കാലഘട്ടം നമുക്കറിയാം, ഇപ്പോ ഒരു ആദിവാസി ഇതുകൾ നോക്കിക്കഴിയുകയാണെങ്കിൽ എന്താണ് അവിടെ ഗോത്ര തലവന്മാരൊക്കെ അല്ലെ, അവര് അവിടുത്തെ ആ ഒരു ചട്ടക്കൂട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോത്ര തലവന്മാരുണ്ട്. ആ തലവന്മാരുടെ കീഴിലാണ് ആദിവാസികളെല്ലാം അല്ലെ കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്തത്. അവിടെ ആചാര്യന്മാരും മഹർഷിമാരുമായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്നുപോലെ തന്നെ നമ്മുടെ പഴയകാല ചരിത്രം എടുത്തു കഴിഞ്ഞാലും എന്താണ് നമുക്കും മേലോട്ടം വഹിക്കാനായിട്ട് ഒരു നേതൃത്വ നിലയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആചാര്യന്മാരും മഹർഷിമാരും അല്ലെങ്കിൽ എന്താണ് പുരോഹിതന്മാരൊക്കെ ആയിരിക്കും. ശരിയാണോ?
ഓക്കെയാണോ? ആണോ? ഹിസ്റ്ററീസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മള് മഹർഷി എന്നൊക്കെ കുറിച്ച് പഠിക്കാറുണ്ടോ? ആത്രേയ മഹർഷി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ഹിസ്റ്ററിയിലൊക്കെ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ അല്ലെ, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ടേംസ് എടുത്ത് നോക്കുമ്പോൾ അല്ലെ, ഈ കാലഘട്ടത്തിലല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഇയേഴ്സ് അഗോ അല്ലെ, വളരെ ഇയേഴ്സിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ആ കാലഘട്ടത്തില് ഹോസ്പിറ്റൽ എന്നാവുന്ന ഒരു ആശയം മുന്നിൽ വരുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ അല്ലെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി ഇറ BC 500 AD. Early medical treatment was always recognized as religious services and ceremonies. അതായത് നമ്മള് പറഞ്ഞ മാതിരി ആ ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യം അല്ലെ, അത് കൈകാര്യം ചെയ്തിരുന്നത് മതപരമായിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ആ ചടങ്ങിലൂടെയാണ് അല്ലെ. അങ്ങനെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിനെ പോലെയുള്ള സേവന സൗകര്യങ്ങളും ഒന്നുമില്ല അല്ലെ. പാർപ്പിടമില്ല, വസ്ത്രമില്ല, ട്രാൻസ്പോർട്ടേഷൻ സർവീസുകളില്ല. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തില് ഈ പറഞ്ഞ അല്ലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനൊന്നും പ്രധാനപ്പെട്ട പങ്കൊന്നുമില്ല ആ ടൈമിലൊന്നും. അപ്പൊ ആ കാലഘട്ടത്തില് ആകെപ്പാടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലവന്മാരുണ്ട് അല്ലെ, പൊതുവെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഈ ആചാര്യന്മാരോ മഹർഷിമാരുടെ ഒരു നേതൃത്വ നിരയുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പഴയ കൺസെപ്റ്റിലുള്ളത്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ള സർവീസസ് അല്ലെങ്കിൽ എന്താണ് ആചാര അനുഷ്ഠാനങ്ങള്, അതൊക്കെയാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് മുന്നിട്ട് നയിക്കുന്നത്. അതായത് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കാം, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. Please were also physicians or medicine men caring for spirits, mind and body. അതായത് നമുക്കറിയാം ഈ ആചാര്യന്മാരുടെ ഒരു പ്രത്യേകത എന്താണ്? ഈ ആചാര്യന്മാർക്കും പുരോഹിതന്മാർക്കും എന്തെങ്കിലുമൊക്കെ പവിത്രത ഉണ്ടായിരുന്നോ? ഉള്ള കമ്പാരിസൺ അല്ല കേട്ടോ. പഴയ കാലഘട്ടത്തിലെ ആചാര്യന്മാർക്കും പുരോഹിതന്മാർക്കും എന്തെങ്കിലും പവിത്രതയൊക്കെ ഉണ്ടായിരുന്നോ? അവരൊക്കെ എന്തെങ്കിലും ഒരു ആത്മീയ നേതൃത്വം വഹിക്കുന്നവരായിരുന്നോ? സ്പിരിച്വാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ. അവർക്ക് എന്താണ് ഒരു സ്പിരിച്വാലിറ്റി അല്ലെ, ഒരു ആത്മീയമായിട്ടുള്ള മെഡിറ്റേഷൻ പോലെയുള്ള. ഓക്കെ, അപ്പൊ പഴയ കാലഘട്ടത്തില് നമുക്കറിയാം ഈ കാലഘട്ടത്തിലേക്ക് നമ്മള് കുറെ കാര്യങ്ങള് പഴയ കാലഘട്ടത്തിന്റെ കുറെ ചികിത്സാ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോഴത്തെ നമുക്കറിയാം അലോപ്പതി ചികിത്സയോടൊപ്പം തന്നെ പഴയ കാലഘട്ടത്തിലെ ചികിത്സാ രീതികൾ കൂടി ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ശരിയല്ലേ? നമ്മുടെ ആയുർവേദം യുനാനിയും ഒക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നല്ലേ. ഹോമിയോ മെഡിസിൻ ഉണ്ട്, യുനാനി മെഡിസിൻ ഉണ്ട്, ആയുർവേദ മെഡിസിൻ ഉണ്ട് ഇല്ലേ, നാച്ചുറോപ്പതി പോലെയുള്ള പ്രകൃതി ചികിത്സയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യക്കാര് പൊതുവെ പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ആരോഗ്യ രീതിയൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ആ ഒരു കാലഘട്ടത്തിന്റെ അല്ലെ, ആ ഒരു കാലഘട്ടത്തില് ഉണ്ടായിരുന്ന ആത്മീയ ഗുരുക്കൾ അവർക്ക് എന്താണ് പൊതുവെ എന്താണ് ഒരു സ്പിരിച്വാലിറ്റി അല്ലെ, അവർക്ക് ഒരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ പോലെയുള്ള ആ ഒരു രീതി അവലംബിക്കുന്നവരായിരുന്നു. Then priests or doctors came under the ruling class with a great political influences. അത് മാത്രമല്ല അവർക്ക് നമുക്കറിയാം, നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഞാനിപ്പോ ഒരു ഗോത്ര തലവന്മാരെ പറഞ്ഞു അല്ലെ, അവർക്കൊരു അല്ലെ അവരെ കീഴിലാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ അവർക്കൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസും കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്ലവകരമായ രീതിയിൽ നമുക്ക് നോക്കിയാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട് അല്ലെ, അവർക്കൊരു പ്രാധാന്യമുണ്ട്. തലവന്മാരായതുകൊണ്ട് അവരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യും ഇല്ലേ. തലവന്മാരെ അങ്ങനെയാണല്ലോ, ബഹുമാനാർത്ഥം നമ്മൾ എന്താണ് റെസ്പെക്ട് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് സന്നദ്ധരായിരിക്കും. തീർച്ചയായിട്ടും മഹർഷിമാരും മുനിമാരൊക്കെ എന്താണ് ആത്മീയമായ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്ന വ്യക്തികളായിരുന്നു. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. നമുക്കറിയാം ആ കാലഘട്ടത്തില് ചില സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ചില മീറ്റിംഗ് പ്ലേസുകളോ ടെമ്പിൾ പോലെയുള്ള അല്ലെ, നമ്മുടെ അമ്പലങ്ങളൊക്കെ ജസ്റ്റ് ഒരു കെട്ടിപ്പിടുത്ത ഏതെങ്കിലുമൊക്കെ ഒരു വക്കുമൂലൊക്കെ ആയിരിക്കും അല്ലെ. ആ പ്ലേസുകളൊക്കെയാണ് എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആചാര്യന്മാരൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപദേശ രൂപേണ അല്ലെ വ്യക്തികൾക്ക്, തന്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരത്
അക്സെപ്റ്റ് ചെയ്യും, അവരെ ബഹുമാനാർത്ഥം അവരത് കേൾക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി, അതായത് ആ ടൈമിലുള്ള ആ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ആ ഒരു രീതിയായിരുന്നു. അതായത് റിലീജിയസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു രീതിയായിരുന്നു എന്ന്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ജസ്റ്റ് ഒന്ന് കണ്ടു ആ കാലഘട്ടം, പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അല്ലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാരോ അല്ലെങ്കിൽ മഹർഷിമാരോ ഒക്കെയാണ് നേതൃത്വം വഹിച്ചിരുന്നത്. അവരെയാണ് റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് പീപ്പിൾസ്. ദെൻ അവരെന്താണ്, ഒരു ആത്മീയ ഗുരുക്കളൊക്കെ ആയിരുന്നു. ദെൻ അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി പോകുന്ന പ്ലേസിലാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും പ്രദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റൽസ്, അതായത് ഹിസ്റ്ററി അല്ലെ, മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി, ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹിസ്റ്ററി, ചരിത്രം ഒന്ന് പരിശോധിക്കാം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഫസ്റ്റ് മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റൽസ് ആണ്. മെസോപ്പൊട്ടേമിയക്കാരെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ, പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴൊക്കെ മെസോപ്പൊട്ടേമിയ സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, കേട്ടിട്ടില്ല? ഓക്കെ, ഓൺ ദ സിവിലൈസേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് അത് തന്നെ ഒരു പറഞ്ഞ് നമുക്ക് നോക്കാം. മെസോപ്പൊട്ടേമിയൻ ആ ഒരു ഹോസ്പിറ്റൽ സിവിലൈസേഷൻ ആ ടൈമിലുള്ള കാലഘട്ടമാണ്. ആ ടൈമിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അല്ലെ, ഒരുപാട് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് അല്ലെ. ആ ഒരു മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ പ്ലേസ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ്. ഇതിനെന്താണ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘടിത സ്ഥാപനം എന്ന നിലയിലാണ് 4000 years ago ancient region of South Asia known as Mesopotamia. ആ പ്ലേസില് എന്താ പറയുന്നത്, മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ്, അതായത് ഒരു സംഘടിത പ്രദേശം എന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് തെളിവെന്ന് പറയുന്നത് ഹമ്മുറാബിസ് കോഡ് then 1722 to 1686 BC was the rule for the practice of doctors. First recorded prescription that came from Sumer in ancient Babylon. അതായത് നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി ആ ഹോസ്പിറ്റലിൻ്റെതായ ഒരു ഫെസിലിറ്റീസ് ഒന്നും അല്ലെ ഇല്ല. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും പക്ഷെ ശുശ്രൂഷകൾ കണ്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആ ടൈമിൽ എന്താണ്, മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ഒരു സംഘടിതമായ രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കണം അല്ലെ. ഹോസ്പിറ്റൽ ആചാര്യമാർക്കൊക്കെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഈ എന്താണ് വരുന്ന പീപ്പിൾസിന് കൊടുക്കണം. പക്ഷെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും എഴുതാനായിട്ടൊന്നും അവർക്ക് മുമ്പിൽ ഒന്നുമില്ല അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പഴയ കാലഘട്ടത്തില് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും അല്ലെ, ആചാര്യന്മാര് അവരുടെ മാനസികമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കുറച്ച് കഴിവുകൊണ്ട് ഇങ്ങനെ നേടിയെടുക്കുകയാണ്. അങ്ങനെ നേടിയെടുത്തിട്ട് അത് കുറിച്ചു കൊടുക്കണം അല്ലെ, മറ്റു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു മുന്നിൽ എന്തെങ്കിലും ഏത് രീതിയിലൊക്കെയാണ് കുറിച്ചു കൊടുക്കണേന്നുള്ളതിന് വേണ്ടി ഒരു മോഡലൊന്നുമില്ല. അപ്പൊ ആ മോഡൽ എങ്ങനെയാന്ന് പറയുന്നത്, ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ കൃത്യമായിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. അതായത് ബാബിലോൺ എന്ന അല്ലെ പഴയ കാലഘട്ടത്തിലെ പുരാതന കാലഘട്ടമായ ബാബിലോണില് അവിടെ സുമർ എന്ന പ്ലേസിൽ ഒരു റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ, അതായത് പണ്ട് കാലത്ത് ബാബിലോൺ ഭരിച്ച രാജാവ് അദ്ദേഹത്തിന്റെ നീതി നടപ്പിലാക്കുക. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ എന്താണ്, യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു പ്ലേസ് കെട്ടിപ്പടുക്കും, അതെങ്ങനെയെങ്കിലും അടുത്ത ആൾക്കാർ വന്ന് തട്ടിയെടുക്കും അല്ലെ. അങ്ങനെയല്ലേ ചരിത്രം നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ആണോ? ചരിത്രത്തിൽ അങ്ങനെയല്ലേ, എപ്പോഴും എന്തെങ്കിലും രാജാക്കന്മാര് വന്ന് കുറച്ച് എങ്ങനെയെങ്കിലൊക്കെ കുറെ സാമഗ്രികളൊക്കെ ഒപ്പിച്ച് അല്ലെ അവര് ഒരു സാമ്രാജ്യം ഉണ്ടാക്കും. ആ സാമ്രാജ്യത്തില് കുറെ ഈ പറഞ്ഞോളം വൈദ്യന്മാരും എല്ലാം അവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഒരു ഇതുള്ളുണ്ട് അല്ലെ, ഒരു എന്താ പറയുക, അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടൊക്കെ അല്ലെ, അടിമപ്പണിയൊക്കെ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ അവരെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും അല്ലെ. നമ്മളിപ്പോ ഭരണാധിപന്മാരാണെങ്കിലും അവർക്ക് അത്തരത്തിലുള്ള റൂൾസുകൾ, ആ റൂൾസുകളാണ് അവരുടെ കയ്യിലുള്ള ആദ്യത്തെ ഒരു ഫോർമാറ്റ്. അതാണ് ഈ ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ആ റൂളറിന് നയങ്ങള് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ കോഡാണ് ഹുമറാബിസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹുമറാബിസ് കോഡ് മോഡലാക്കിയിട്ടാണ് എന്ത് പ്രിസ്ക്രിപ്ഷൻസ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ അവര് ട്രീറ്റ്മെന്റിന്റെ പ്രിസ്ക്രിപ്ഷൻസ് അവര് തയ്യാറാക്കി തുടങ്ങിയിരിക്കും. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ് നോട്ട് ചെയ്യാം. എന്ത് ഹുമറാബിസ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. എന്താണ്? ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ഹുമറാബിസ് കോഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഹുമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആ പോയിന്റ് ഒന്ന് എഴുതിയെടുക്കുക. ഇല്ലാത്തവര് നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു അവസരം പരമാവധി സ്പീഡിൽ നിങ്ങൾ ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഉള്ളവരെ ടെക്സ്റ്റ് ഉള്ളവരെ തന്നെ അതില് അണ്ടർലൈൻ ചെയ്ത് പോവാം. പിന്നെ എന്താ പറയുന്നത്? ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഏൻഷ്യന്റ് അല്ലെ നമ്മുടെ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയത്? ഏത് പ്ലേസിൽ നിന്നാണ്? സുമർ അല്ലെ, സുമർ എന്ന ഏൻഷ്യന്റ് ബാബിലോണിന്റെ പ്ലേസിൽ നിന്നാണ് ഈ റെക്കോർഡഡ് പ്രിൻസിപ്പിൾ നമുക്ക് അല്ലെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലെ ഈ ഒരു ഹുമറാബിസ് കോഡ് നമുക്ക് ലഭ്യമായത്. അപ്പൊ അത് ആ രണ്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? Hierarchy's code was the rule for the practice of doctors. Then first recorded prescription came from Sumer. Like a place ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലേസ് ആണ്? സുമർ. Then കോഡ് ഏതാണ്? ഹുമറാബിസ് കോഡ്. എന്തിനു വേണ്ടിയിട്ടുള്ള കോഡാണ്? പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള കോഡ്. മെസോപ്പൊട്ടേമിയൻ ടൈമിലുള്ള സംസ്കാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ വിവരിച്ചത്. നമ്മുടെ പഴയ കാലത്തെ അല്ലെ ഹിസ്റ്ററി, ചരിത്ര സംബന്ധമായ രീതിയിലാണ് നമ്മൾ ലോകമെമ്പാടും അല്ലെ പഴയ ലോകത്തിന്റെ ചരിത്രം രേഖകളിൽ നിന്നാണ് നമ്മൾ ഹിസ്റ്ററി ജസ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട. കണ്ടിന്യൂ ചെയ്യാലോ? ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലെ, അന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത്തരം ആർക്കെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. പേജസ് ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നവരേക്കും എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഇപ്പൊ എന്താ പറയുക എല്ലാ ഡിസ്ട്രിക്ട്സിലെ അല്ലെ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും പേഴ്സൺസ് പഠിക്കുന്നത് അല്ലെ എല്ലാവരും കൂടി ഒരു ഒറ്റക്കെട്ടായിട്ടാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ നെക്സ്റ്റ് പോയിന്റ് എടുത്തോട്ടെ. ആരെങ്കിലും ഓക്കെ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, മെസ്സേജ് അയച്ചാലാണ് കേട്ടോ എനിക്ക് വിസിബിൾ ആവുള്ളൂ. കാരണം ഞാൻ അവിടെ ചാപ്റ്റർ ഇട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് തമ്പയച്ച എനിക്ക് അത്രയും ഓക്കെ മെസ്സേജ് അയക്കുമ്പോഴാണ് എനിക്കത് ക്ലിയർ ആകും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ഗ്രീക്ക് ഹോസ്പിറ്റൽ പീരിയഡ് 460-136 BC. ഒരു മിനിറ്റ്, എന്റെ ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നോക്കിയാണെങ്കിൽ ഓക്കെ എന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. ഓക്കെ, ശരി, കണ്ടിന്യൂ ചെയ്യാം. ഗ്രീക്ക് ഹോസ്പിറ്റൽസ് പീരീഡ് 460-136 BC. Treatment was based on a magic religious then rituals, Hippocrates
460-370 BC, the father of medicine used a logical, non-religious approach to medicine. അതായത് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരികയാണ്. അപ്പൊ മെസോപ്പൊട്ടേമിയയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? ഗ്രീക്ക് ഹോസ്പിറ്റൽസ് പീരിയഡ് അല്ലെ, ആ ടൈമിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിൽ പ്രധാനമായിട്ട് അല്ലെ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്. അവിടെ എന്താണ് ഒരു പുരോഹിതന്മാരും മന്ത്രവാദി അല്ലെ, അവര് എന്താ പറയുക ആചാര്യന്മാരും മഹർഷിമാരും ഒക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കണേന്ന് നമ്മൾ കണ്ടു അല്ലെ. അവരൊക്കെയാണ് അതിനുള്ള ചാൻസുകളെ ആ കാലഘട്ടത്തിലുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അല്ലെ മാജിക് അല്ലെങ്കിൽ റിലീജിയസ് റിച്വൽ, അതായത് മന്ത്രവാദ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ആ കാലഘട്ടത്തിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കറിയാലേ ഈ കാലഘട്ടത്തിലും ഫോളോ ചെയ്ത് നമുക്കൊക്കെ ചിലപ്പോഴൊക്കെ പേപ്പറിലൊക്കെ ന്യൂസ് കേൾക്കാറുണ്ട് അല്ലെ. എന്തായാലും നരഹത്യ ഒക്കെ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് റിലീജിയസ് ബേസ് ചെയ്തിട്ട്. പക്ഷെ പഴയ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് അത്രയും അല്ലെ വിവരങ്ങളും കാര്യങ്ങളും എന്നല്ല ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം. അതിൻ്റെതായ മേഖലകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് എല്ലാം അറിയാം അല്ലെ. ബട്ട് ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് അല്ലെങ്കിൽ റിലീജിയസ് റിച്വൽസ്. അങ്ങനെ വരുന്ന കാലഘട്ടം റിച്വൽസ് എന്ന് പറയുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു ഔപചാരിക രീതിയിലാണ് ആ കാലഘട്ടത്തില് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഹിപ്പോക്രാറ്റ്സ്, the father of medicine, used logical, non-religious approach to medicine. അദ്ദേഹം ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ ഫാദർ ഓഫ് മെഡിസിൻ അല്ലെ, നമ്മുടെ മെഡിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റ്സ്. ഹിപ്പോക്രാറ്റ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? യൂസ് ലോജിക്കൽ, നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അദ്ദേഹം യുക്തിപരമായ രീതിയിലാണ് ഈ ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്തത് അല്ലെ, അപ്രോച്ച് ചെയ്തത്, സമീപിച്ചത്. ഒരിക്കലും എന്താണ് റിലീജിയസിന്റെ മതപരമായ രീതിയിലല്ല അദ്ദേഹം എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്കുള്ള സമീപനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെന്നാ അറിയപ്പെടുന്നത്? ദ ഫാദർ ഓഫ് മെഡിസിൻ. അപ്പൊ ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം. ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിപ്പോക്രാറ്റ്സ്. ഹിപ്പോക്രാറ്റ്സ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം എങ്ങനെയാണ് റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ച് അല്ല സ്വീകരിച്ചിരുന്നത്, എന്താണ് യുക്തിപരമായ രീതിയിലാണ് അദ്ദേഹം എന്താണ് അവരുടെ പേഷ്യൻസിനെ അല്ലെ നമ്മുടെ രോഗികളൊക്കെ പരിചരിച്ചു കൊണ്ടിരുന്നത്. ദെൻ വീണ്ടും നമുക്ക് റോമൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഓക്കെ, നോട്ട് ചെയ്തോ? ദ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റ്സ്. അതാണ് ആ പോയിന്റിൽ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക് റോമൻ ഹോസ്പിറ്റൽസ്. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, ഡേറ്റ്സ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഡേറ്റ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട, ഡേറ്റ്സ് ഒന്നും ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. പിന്നെയും നമുക്ക് താഴേക്ക് ചില ഇയറുകൾ എന്താണ് സ്ഥാപിച്ചെന്നൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഞാൻ അപ്പം നോട്ട് ചെയ്ത് പറയാം. ഇവിടെ ഈ ഒരു ടൈം പീരീഡ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. The next Roman hospitals. By 1st century BC, the Roman was the first to make institutional the care of the sick and the injured. അതായത് ഈ ടൈം ആയപ്പോഴേക്കും, അതായത് ബിഫോർ ക്രൈസ്റ്റ് അല്ലെ, ആ ഒരു സെഞ്ചുറിയുടെ ആ ടൈം ആയപ്പോഴേക്കും എന്താണ് റോമൻ ഹോസ്പിറ്റൽസ് ഒക്കെ വരാൻ തുടങ്ങി. അവരാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് അല്ലെ ഒരു സ്ഥാപനത്തിന്റെ രൂപത്തിൽ. നമുക്കറിയാം മറ്റേത് വലിയ വലിയ ഹോസ്പിറ്റലൊന്നും എന്താണ് അല്ലെ അതൊന്നും പണിതിട്ട് ശുശ്രൂഷ നടത്താനൊന്നും പറ്റിയിട്ടില്ല. അത് ഏതാണോ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള ഒരു പ്ലേസ്, അത് അതിനോടൊപ്പമാണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതേസമയം റോമൻ ഹോസ്പിറ്റലിന്റെ ആ ടൈമിലൊക്കെ ആയപ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിൽ എന്താണ് രോഗികൾക്ക് കെയർ ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങി. എന്താ പറയുന്നത് മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ്. ആ ടൈമിലൊക്കെ നമുക്കറിയാം അവിടെ അല്ലെ പ്രധാനമായിട്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞ പട്ടാളക്കാരെയൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ദെൻ അപ്പൊ റോമൻ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു ടൈം കഴിഞ്ഞു. ദെൻ അറേബിക് ഹോസ്പിറ്റൽ, നെക്സ്റ്റ് ഹോസ്പിറ്റലിന്റെ ആ ടൈം എന്ന് പറയുന്നത് അറേബിക് ഹോസ്പിറ്റൽസ് ആണ്. അവിടെ നോക്കാം. ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് were no match for the number, organization and excellence of the Arabic hospitals. അതായത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലെ, മെസോപ്പൊട്ടേമിയൻ ടൈം കഴിഞ്ഞു, ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ സമയം, പിന്നെ റോമൻ ഹോസ്പിറ്റലൊക്കെ ആയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് പരിചരണം കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി.
സർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറേബ്യക് ഹോസ്പിറ്റലും അല്ലെ എല്ലായിടത്തും അറേബ്യൻ പ്ലേസുകളിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ സ്ഥാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ആ ടൈമിൽ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസുകളും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ റോമൻ ഹോസ്പിറ്റലിനേക്കാളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനേക്കാളും അപേക്ഷിച്ച് കൂടുതലായിരുന്നു എന്ത് അറേബ്യക് ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്നുള്ളത്. അതാണ് പറയുന്നത് നോ മാച്ച് ഫോർ ദ നമ്പർ, ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ് ഓഫ് ദ അറേബ്യക് ഹോസ്പിറ്റൽ. അറേബ്യക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് റോമൻ ഹോസ്പിറ്റലിനേക്കാളും അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യൻസ് ഹോസ്പിറ്റലൊക്കെ വന്നേക്കാളും അധികമായിട്ട് തന്നെ അവര് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് അറേബ്യൻകാര് ഹോസ്പിറ്റലില് സ്ഥാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളത്. ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്ത് പോകാലോ. ഇമ്പോർട്ടന്റ് ആയ മറ്റേ സജസ്റ്റ് നോട്ട് ഞാൻ പറയുന്നുണ്ട്. വീണ്ടും ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ കാലഘട്ടം, നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യം അല്ലെ. എന്താണ് അവിടെ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോ ദ എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് വെയർ ബിൽഡ് ഇൻ ഇന്ത്യ ബൈ 600 BC. അതായത് നമുക്കറിയാം അല്ലെ, ഈ ഒരു 600 BC ആയപ്പോഴേക്കും നമ്മുടെയൊക്കെ കാര്യക്ഷമമായ രീതിയിലൊക്കെ ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കാൻ ഇന്ത്യക്കാർക്കും സാധിച്ചു തുടങ്ങി. During the Gregorius region of King Ashoka, 273 to 32 BC, Indian hospitals started to look like modern hospital. അതായത് ആധുനിക രീതിയിലുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. ഏത് കാലഘട്ടത്തിലാന്ന് പറയുന്നത്? കിങ് അശോകയുടെ കാലഘട്ടത്തിൽ. അതായത് സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന അശോകന്റെ കാലഘട്ടത്തില് ആണ് നമുക്ക് മോഡേൺ ആയിട്ടുള്ള അല്ലെ നമ്മുടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹോസ്പിറ്റലൊക്കെ ഇന്ത്യയില് സ്ഥാപിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതാണ് മോഡേൺ ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? കിങ് അശോകയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ കിങ് അശോകയുടെ കാലഘട്ടത്തിൽ ആയപ്പോഴേക്കും നമ്മുടെ ഇന്ത്യയില് ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള മോഡേൺ ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. They followed the principles of sanitation and cesarean section were operated. അതായത് ആ ടൈമൊക്കെ ആയപ്പോഴേക്കും നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം, സിസേറിയനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അവിടെ നല്ല ശുചീകരണ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അതും കൂടി ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് ആ ഒരു തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 villages. എന്താണ്, ഓരോ 10 വില്ലേജിനും കൂടി ഒരു ഫിസിഷ്യൻ അല്ലെ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ആ ഒരു നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. ഓരോ 10 വില്ലേജിനും കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെയൊക്കെ അല്ലെ പീപ്പിൾസിന്റെ ഒക്കെ ശുശ്രൂഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഫിസിഷ്യനെ നമുക്ക് അല്ലെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. Then to serve the health care needs of the population and the regional hospital for the infirm and the destitute were built by Buddha. ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാണ്. എന്താണ്, ജനങ്ങളുടെ അല്ലെ പോപ്പുലേഷൻ കൂടുതലാണ് നമുക്കല്ലേ അല്ലെ. അപ്പൊ ജനങ്ങളുടെ ഈ കൂടുതലായി വരുന്ന ജനങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം കുറെയൊക്കെ നോക്കാം അല്ലെ. നിരാലംബരായ പീപ്പിൾസുകളുണ്ട് അല്ലെ, നല്ല പാവപ്പെട്ടവരായ പീപ്പിൾസുകളും ഉണ്ടാവും അല്ലെ. എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള ഒരു എന്താ പറയുക ഫിനാൻസ് ഉള്ള ടൈമല്ല പഴയ കാലഘട്ടം അല്ലേ. ആണോ? ഈ കാലഘട്ടത്തിലും നല്ലൊരു ബൾക്ക് എമൗണ്ട് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നല്ല സേവനമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ അല്ലെ മോഡേൺ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടമൊക്കെ ആയിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള നിരാലംബരായ പീപ്പിൾസിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് പറയുന്നതാണ് ഇൻഫോം ആൻഡ് ഡിസ്ട്യൂട്ട് അല്ലെ. ഇൻഫോം ആൻഡ് ഡിസ്ട്യൂട്ട് അഗതികൾക്കും അതോടൊപ്പം തന്നെ ദുർബല വിഭാഗക്കാർക്കും വേണ്ടിയിട്ട് ബുദ്ധയുടെ നേതൃത്വത്തില് മഹാനായ ബുദ്ധയുടെ നേതൃത്വത്തില് ഹോസ്പിറ്റലിലെ സർവീസുകളൊക്കെ സേവനം കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയെന്നു. അതായത് നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തം അല്ലെ ആ കാലഘട്ടത്തിലൊക്കെ ആധുനിക രീതിയിലൊക്കെ ഹോസ്പിറ്റലിന്റെ സർവീസുകൾ സേവനങ്ങൾ പ്രദാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അശോകന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അപ്പൊ ഓരോ 10 വില്ലേജിനും ഓരോ ഫിസിഷ്യൻ എന്ന നിലയ്ക്കാണ്
അവർ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തു തുടങ്ങിയത്. അപ്പോഴും എന്താണ് നിരാലംബരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എന്ന സേവനം കാഴ്ചവെക്കാനായിട്ട് ബുദ്ധ പോലെയുള്ള മഹാന്മാർക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരാണ് അല്ലെ നിരാലംബരായ അല്ലെങ്കിൽ ഡിസ്ട്യൂട്ട് ഓർ ഇൻഫേം എന്നുവെച്ചാൽ എന്താണ് പ്രധാനമായിട്ടും അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിരുന്ന വ്യക്തി അല്ലെ അതാരാണ് ബുദ്ധയാണ്. ആ ഒരു പോയിന്റും ജസ്റ്റ് നോട്ട് ചെയ്യാം. Regional hospital for the infirm and destitute were built by Buddha. മിക്കവാറും സിമ്പിൾ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. ഡാഷ് ഒക്കെ ഇട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ഇട്ട് നിങ്ങൾക്കാണെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഓപ്ഷനിൽ നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റ് ആയിട്ട് പേര് ക്യാച്ച് ചെയ്ത് അല്ലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താന്നുള്ളത്. ഓക്കെ, ഇതുവരെയും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. ഓക്കെ, മിഡിൽ ഏജിലുള്ള ടൈമിലുള്ള കാലഘട്ടം നോക്കാം. മധ്യകാലഘട്ടത്തിന്റെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നോക്കാം. ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. അതായത് ആ ടൈമിലൊക്കെ ആയപ്പോഴേക്കും നമുക്കറിയാം കൺസ്ട്രക്ഷൻസ് ഒക്കെ രൂപകൽപ്പന ഹോസ്പിറ്റലിന്റെ ഒരു എന്തൊക്കെ പറയുന്നത് കൺസ്ട്രക്ഷൻസ് രൂപം കൊള്ളുക എന്നുള്ളത് ഇൻക്രീസ് ആയി കൂടുതലായി വന്നു. ദെൻ അതിന്റെ കാരണങ്ങളെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് പോപ്പ് ഇന്നസെന്റ് തേർഡ് ഇൻ 1198 advised and persuaded wealthy Christians to build the hospitals in every town. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മൾ ജസ്റ്റ് കണ്ടു അല്ലെ. അപ്പൊ പോപ്പിന്റെ പ്രാധാന്യം പഴയ കാലഘട്ടത്തിലൊക്കെ ആവുമ്പോഴും നമുക്ക് ഈ പോപ്പിന് വളരെ പ്രാധാന്യമുള്ള തന്നെ കാലഘട്ടം തന്നെയാണ്. അപ്പൊ ഈ പോപ്പ് വരുന്ന അല്ലെ അവര് അനൗൺസ് ചെയ്യാണ്. എന്താണ് പ്രധാനമായിട്ട് അനൗൺസ് പറയുന്നത്? വെൽത്തി ആയിട്ടുള്ള ക്രിസ്ത്യൻസിനോട് എന്താണ് ഹോസ്പിറ്റലുകൾ രൂപീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. വെൽത്തി ആയിട്ടുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ സമ്പത്ത് അല്ലെ കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൻസിനോട് ക്രിസ്ത്യൻ സമുദായത്തിനോട് പറയുകയാണ് നിങ്ങളുടെ ഓരോ ടൗണിലൊക്കെ എന്താണ് ഹോസ്പിറ്റലുകൾ രൂപീകരിക്കുക എന്നുള്ളത്, ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതാണ് അല്ലെ പഴയ കാലഘട്ടത്തില് ബഹുമാനാർത്ഥം കൊള്ളുന്ന അല്ലെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ പോപ്പും ആചാര്യന്മാരും മഹർഷിമാരും പുരോഹിതന്മാരെയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങള് വെൽത്തിയായിട്ടുള്ള ജനങ്ങള് സ്ഥാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ഹോസ്പിറ്റലുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. ദെൻ സെക്കൻഡ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ വികസിക്കാനുള്ള കാര്യം പറയുന്നത് increased revenues were made available from the commerce with the crusaders. കുരിശു യുദ്ധങ്ങൾ എന്താണ് പറയുന്നത്? കുരിശു യുദ്ധങ്ങള് ഉള്ള ഒരു കാലഘട്ടമാണ് ആ ടൈമിൽ ആ ഒരു ഇയർ ഗ്യാപ്പ് വരുന്നത്. ഇൻ കൺസ്ട്രക്ട് ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ് കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് വാസ് forward by the rule and the crusaders. അതായത് ഈ ഇവരുടെ കുരിശു യുദ്ധക്കാരെന്ന് പറയുന്നത് കുരിശു യുദ്ധം കേട്ടിട്ടുണ്ടോ? കുരിശു യുദ്ധം കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻസിന്റെ ഒരു ഇതാണ്. അതായത് ലാറ്റിൻകാരും സിറിയൻകാരും തമ്മിലുള്ള ഒരു ആധിപത്യത്തില് അവര് ചിലപ്പോ സമയതയം കൂട്ടായോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒരു പരസ്പര യുദ്ധത്തിലേക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്താണ് ഇവർക്ക് എന്തായാലും കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളെയൊക്കെ ശുശ്രൂഷിക്കേണ്ടതുണ്ട് യുദ്ധങ്ങളൊക്കെ വരുമ്പോ നമുക്കറിയാം എന്തെങ്കിലും പ്രോബ്ലംസ് വരും അവരുടെ ഹെൽത്തിന് പ്രോബ്ലംസ് വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്.
അങ്ങനെ വരുമ്പോഴെന്താണ് ഇവര് അല്ല വാണിജ്യപരമായ രീതിയിൽ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലൊക്കെ ഫോം ചെയ്യും. കാരണം അവരെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ ടൈമില് ആ ഒരു വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, കുരിശുദ്ധത്തിന്റെ ഒക്കെ കാലഘട്ടത്തിലും ഇത് അല്ലെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് രൂപീകരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ ഒന്നാമതായിട്ട് പോപ്പിന്റെ റിക്വസ്റ്റ് കൊണ്ട് അല്ലെ അപേക്ഷ കൊണ്ട് തന്നെ സമ്പത്ത് കൂടുതലുള്ള റെസിഡൻസുകൾ ഇങ്ങനെ ഓരോ ടൗണിലും ഹോസ്പിറ്റലൊക്കെ രൂപീകരിക്കാനായിട്ട് തുടങ്ങി. അതേമാതിരി തന്നെ കുരിശുയുദ്ധം അതിന്റെയും ഒരു വാണിജ്യപരമായ രീതിയിലൊക്കെ വന്നപ്പോഴും എന്താണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഒരു ഇയറിലെ മിഡിൽ ഏജ് ടൈമില് ഹോസ്പിറ്റല് എങ്ങനെയാണ് വികസിച്ചത് എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിനൈസൻസ് ഏജ്. എന്താണ് റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്? നവോത്ഥാന കാലഘട്ടം അല്ലെ. നവോത്ഥാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ വികസനം എന്നുള്ളത് നോക്കാം. അവിടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ മിഡിൽ ഏജ് സമയത്തൊന്നും പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. ജസ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് റിനൈസൻസ് ഏജ് അല്ലെ, ഈ ഏജ് ഇതൊന്നും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഒന്നല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നേ ഉള്ളൂ. എന്താണ് ഇതിൽ പറയുന്നത്? ദ റിനൈസൻസ് പീരീഡ് ലാസ്റ്റഡ് ഫ്രോം ദ 14th to the 16th centuries. അതായത് ഈ ഒരു ഏജ് അല്ലെ, ഈ ഒരു ഇറ എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് 14 മുതൽ എന്താണ് 16 വരെയുള്ള കണ്ടിന്യൂസ് ആ സെഞ്ചുറീസ്, ആ ഒരു കാലഘട്ടമാണ്. എന്താണ് ടുവേർഡ് ദ എൻഡ് ഓഫ് 15th century many cities and towns supported some kind of institution health care. ഒരു 15th centuryയുടെ ആ ഒരു അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൗണുകളിലെല്ലാം അല്ലെങ്കിൽ പട്ടണങ്ങളിലോ ടൗണുകളിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ആദ്യം വലിയ അല്ലെ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഓരോ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ എന്താണ് ടൗണുകളിലും പട്ടണങ്ങളിലൊക്കെ ഓരോന്ന് ഫോം ചെയ്യാനൊക്കെ തുടങ്ങി. ദെൻ മോഡേൺ പീരിയഡ്, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലെ, മുട്ടിന് ഹോസ്പിറ്റലാണ്, അതൊക്കെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല, ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ കാറ്റഗറിക്കും വേണ്ടിയിട്ടൊക്കെ ഓരോ ഹോസ്പിറ്റലാണ് അല്ലെ. ഡെന്റൽ കെയർ, കാർഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളത്, ന്യൂറോ സെക്ഷൻ മാത്രമേ ഉള്ളത്, അങ്ങനെ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ. ജനറൽ ഹോസ്പിറ്റലൊക്കെ അതിന് പുറമേ ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. രണ്ടും കൂടി മ്യൂച്വൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ പലയിടത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ഉള്ള ഒരു കാലഘട്ടമാണ് ഇത് മോഡേൺ പീരിയഡ്. ശരിയല്ലേ? ആണോ? ഓക്കെ, നമ്മളെന്നെ എല്ലാവരും നിങ്ങളെല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് തന്നെ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, സേവനങ്ങൾ അല്ലെ എല്ലായിടത്തും ഉണ്ട് അല്ലെ. അത് ഏത് കൺട്രി എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഈ ഒരു ഹെൽത്തിന് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സാധ്യതയുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഈ മോഡേൺ പീരിയഡ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെനസാൽവിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. അതായത് അമേരിക്കയുടെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മള് അല്ലെ ഗവൺമെന്റ് മാത്രമല്ല ഒന്നിച്ചു നിന്നിട്ട് അല്ലെ, പ്രൈവറ്റും ഗവൺമെന്റ് ഒക്കെ കൂടി ചേർന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യുന്ന കാലഘട്ടമൊക്കെ ആയി. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് രൂപം കൊണ്ട ഒരു ഹോസ്പിറ്റലാണ് അമേരിക്കയിലെ പെനസാൽവിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. അവിടെ ആണ് ആദ്യമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റല് രൂപം കൊണ്ടത്. Then massive government involvement in healthcare began in 1926 with the return of war heroes from World War I. അതായത് ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ അല്ലെ, അതിലെ ഹീറോയിസുകളും ഗവൺമെന്റ് ഒക്കെ കൂടി ചേർന്ന് പിന്നെ ഹോസ്പിറ്റലുകളൊക്കെ ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റിന്റെയും ഗവൺമെന്റിന്റെ ഒക്കെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലൊക്കെ രൂപം കൊള്ളാനൊക്കെ തുടങ്ങി 1926. അങ്ങനെ 1926 മുതലേ തുടങ്ങി എന്താണ് ഗവൺമെന്റും പ്രൈവറ്റും അല്ലെ, പിന്നെ പ്രൈവറ്റ് മാത്രമൊക്കെ ആയിട്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ രൂപം കൊള്ളാനൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ആചാര്യന്മാരും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന പ്ലേസുകളിലൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റി ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട്
അതിങ്ങനെ വികസിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. നമ്മുടെ മുമ്പില് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൊമോറാബിക് കോഡൊക്കെ ഉപയോഗിച്ച് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ അതൊക്കെയാണ് യൂസ് ചെയ്ത് പഴയ കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നീട് എല്ലാം വികസിച്ചു തുടങ്ങി അല്ലെ. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അല്ലെ അശോകന്റെ കാലഘട്ടത്തിലൊക്കെയാണ് മോഡേൺ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്തു പോകുന്നത്. അങ്ങനെ എന്താണ് പിന്നീട് അങ്ങനെ ഹോസ്പിറ്റല് പോപ്പിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം എല്ലായിടത്തും അല്ലെ ആ കൺട്രികളിലൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സർവീസുകൾ കൂടുതൽ രൂപം കൊള്ളാൻ തുടങ്ങി. പിന്നെ അത് ടൗണിലും സിറ്റികളിലൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങി. പിന്നെ എന്താണ് പ്രൈവറ്റും ഗവൺമെന്റ് ഒക്കെ കൂടി ചേർന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് രൂപീകരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയാണ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള പോയിന്റ്സ് ഒക്കെ ഇവിടെയുണ്ട് കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാനുള്ളത് ഇവിടെയുണ്ട്. അത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ പീരിയഡുകളൊന്നും അധികം ചോദിച്ച് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. ഓരോ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. എന്തായാലും അതിനനുസരിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരിക തീർച്ചയായിട്ടും. അപ്പോ ഇതുവരെ എടുത്തതിന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? ഇങ്ങനെ എടുത്താൽ മതിയോ? ഓക്കെ, യെസ്. ഡൗട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചതിന് അല്ലെ റിപ്ലൈ തന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിച്ചു പോകാട്ടോ. ക്ലിയർ ആവുന്നത്. ഓക്കെ, എന്തായാലും ഇന്ന് ഞങ്ങൾ മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. നിങ്ങൾക്ക് നാളെ അത് അവൈലബിൾ ആകും. നെക്സ്റ്റ് ക്ലാസ്സിലും അല്ലെ നമുക്ക് എന്തായാലും എനിക്ക് നാളെയും അവർ ഉണ്ട്. അപ്പോൾ നാളെയും ഈ അവർ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരിക. എന്തായാലും നമുക്ക് ബാക്കി ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് തീർക്കാം. എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു അവർ കൊണ്ട് മാത്രം അല്ലെ, അതുകൊണ്ട് ഇത് കുറച്ചേ ഉള്ളൂ എടുക്കാനായിട്ട്. അപ്പൊ നെക്സ്റ്റ് അവർ വരുമ്പോൾ നമുക്ക് വേറൊരു ലെസന്റെ സ്റ്റാർട്ടിങ് ചെയ്യാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവാത്തവര് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ ഇപ്പൊ ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തൊക്കെ എന്തായാലും കാണും അല്ലെ. നിങ്ങളത് ഷെയർ ചെയ്യാം. എന്തെങ്കിലും 2-3 പേജൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ ക്ലാസ് എടുത്താൽ മതി എന്നാണ് നിങ്ങളുടെ നിർദ്ദേശം. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ നമുക്ക് പോകാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരാള് മാത്രം നിർത്തി സംസാരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും കൂടെയും സംസാരിച്ച് എനിക്ക് തോന്നുന്നു ക്ലിയർ ആവില്ല. മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ക്ലാസ് 10 മാസം വരെയുള്ള ക്ലാസ് അല്ലേ, PG അല്ലേ? കൂടി ഒന്ന് ചോദിക്കാമോ? പറഞ്ഞോ. ഈ ക്ലാസ് 10 മാസം PGയുടെ ക്ലാസ് അല്ലേ ഇത്? അല്ല, ഇത് PGയുടെ ക്ലാസ് അല്ല, ഇത് ഡിപ്ലോമ ക്ലാസ്സാ. PGയുടെ ക്ലാസ് വേറെയാണ്. എന്താ PGക്ക് വേണ്ടിയാ? PGക്കാണോ അപ്ലൈ ചെയ്തത്? PGക്കായിരുന്നു അപ്ലൈ ചെയ്തേ. PGയുടെ ക്ലാസ് അല്ലല്ലോ ഇത്. എന്താ പേര്? എന്റെ പേര് നീതു സ്റ്റീഫൻ. ഞാനും PGക്കായിരുന്നു ചേർന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാനും PGക്കാ ചേർന്നത്. എല്ലാവരും നിങ്ങളെ ഓൾമോസ്റ്റ് PGക്കാരാണോ മൊത്തം? എനിക്ക് തോന്നുന്നു PGയുടെ ക്ലാസ് ഇത് സാധാരണയായിട്ട് ഈ ഒരു ഡിപ്ലോമ ക്ലാസ് കഴിഞ്ഞിട്ട് PGയുടെ ക്ലാസ് കിട്ടാറുണ്ട്. ഡിപ്ലോമയ്ക്ക് ശേഷം നമ്മളൊരു PG ക്ലാസ് ആണ്. അതല്ലാതെ PGക്ക് ഇന്നലെ നിഷ മേഡം പറഞ്ഞത് ഇത് PGയുടെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് PGയുടെ നമുക്ക് 3 മൊഡ്യൂള് വരുമെന്നാ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.
അതായത് ഇത് ബേസിക്കലി ഡിപ്ലോമ ക്ലാസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3 മാസത്തെ കോഴ്സും കൂടി ഇതിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് PG എടുക്കാം. അല്ലാത്തവര് നേരെ ഡയറക്റ്റ് ഡിപ്ലോമ ഇല്ലാതെ PGക്ക് ചേരാനായിട്ട് അതിന്റെ സൊല്യൂഷൻ എനിക്കറിയില്ല. അതിന്റെ സാധാരണയായിട്ട് ഡിപ്ലോമയ്ക്ക് ശേഷം PG എടുക്കാം. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. നീതു സ്റ്റീഫനൊക്കെ ഡിപ്ലോമയും PGയും കൂടി ഒന്നിച്ചായിരിക്കും ഈ പറഞ്ഞ 9 മന്ത് കൊണ്ട് എടുക്കാനായിട്ട്. ആണോ? നിഷ മേഡം ഇന്നലെ പറഞ്ഞത് ഡിപ്ലോമ മാത്രം ചെയ്യേണ്ടവർക്ക് ഡിപ്ലോമ മാത്രമായിട്ട് എടുക്കാം. അതല്ല PG ആയിട്ട് എടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഈ 4 മൊഡ്യൂൾ 7 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ബാക്കി 4 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ബാക്കി ഒരു 3 മൊഡ്യൂൾ കൂടെ ആഡ് ചെയ്ത് വരും. അപ്പൊ അവര് ഒരു 6 മന്ത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 4 മന്ത് കൂടെ കണ്ടിന്യൂഷൻ ചെയ്യുന്നതിരിക്കുന്നത്. അതന്നെയാണ് ആൻസർ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ്. ഡിപ്ലോമ ഉള്ളവര് ആവശ്യമുള്ളവര് ഈ ഒരു ഡിപ്ലോമ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് പോകാം. വീണ്ടും ഒരു 4 മന്ത് അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് PG കൂടി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നീതു സ്റ്റീഫനൊക്കെ PG ആണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബാലൻസ് 4 മന്ത് PGയിലെയും കൂടി വരും. വേറെന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am.